ഇഞ്ചോടിഞ്ച് പോരാട്ടം നടക്കുന്ന കോഴിക്കോട് സൗത്ത് മണ്ഡലത്തിൽ പ്രചാരണം അതിന്റെ അവസാന ഘട്ടത്തിലേക്ക് അടുക്കുമ്പോൾ MK മുനീർ വിജയ പ്രതീക്ഷയിലാണ്. എത്ര അവസാന ഘട്ടത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ എന്താണ് നിങ്ങളുടെ ഒരു പ്രതീക്ഷ? ഇത് പലപ്പോഴും ഇടതുപക്ഷത്തിന് ലഭിച്ചിരുന്ന മണ്ഡലമാണ്. അതുകൊണ്ട് ഇടതുപക്ഷ ചായ്വ് പലപ്പോഴും കാണിച്ചൊരു മണ്ഡലമാണ്. പക്ഷെ കഴിഞ്ഞ 5 വർഷത്തെ പ്രവൃത്തി കൊണ്ട് നമുക്ക് ഇവിടെ എല്ലാ രീതിയിലുള്ള ആത്മവിശ്വാസവും ലഭിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇഞ്ചോടിഞ്ച് എന്ന് ഞാൻ ഒരു ഘട്ടത്തിലും പറഞ്ഞിട്ടില്ല. 2011 കേവലം 1376 വോട്ടായിരുന്നു മുനീറിന്റെ ഭൂരിപക്ഷം. മണ്ഡലത്തിലെ വികസന നേട്ടങ്ങളും മന്ത്രി എന്ന നിലയിൽ നടപ്പിലാക്കിയ സാമൂഹ്യക്ഷേമ പദ്ധതികളുമാണ് മുനീർ പ്രചാരണ വിഷയമാക്കുന്നത്. INL സംസ്ഥാന ജനറൽ സെക്രട്ടറി AP അബ്ദുൽ വഹാബാണ് LDF സ്ഥാനാർത്ഥി. BJPയുമായി കോഴിക്കോട് സൗത്ത് മണ്ഡലത്തിൽ മുസ്ലിം ലീഗ് വോട്ടുകച്ചവടം നടത്തുന്നു എന്നതാണ് LDF പ്രചാരണത്തിൽ ഉന്നയിക്കുന്ന പ്രധാന ആരോപണം. കോഴിക്കോട് സൗത്തിൽ ഒരു വലിയ വോട്ട് കച്ചവടം, ഒരുപക്ഷെ കോഴിക്കോട് ജില്ലയിലെ ഏറ്റവും വലിയ വോട്ട് കച്ചവടം കോഴിക്കോട് സൗത്ത് മണ്ഡലത്തിൽ നടക്കുമെന്നാണ്. അപ്പോൾ ഈ വോട്ട് കച്ചവടത്തെ ഒക്കെ മറികടക്കാനുള്ള പ്രബുദ്ധത കോഴിക്കോട് സൗത്തിലെ വോട്ടർമാർക്കുണ്ട്. ആ രീതിയിൽ തന്നെ കോഴിക്കോട് സൗത്തിലെ വോട്ടർമാർ അതിനെ കാണും. 2006 PMA സലാം INL പ്രതിനിധിയായി സൗത്തിൽ മത്സരിച്ചപ്പോൾ 14,000-ലധികം വോട്ടിനാണ് LDF വിജയിച്ചിരുന്നത്. PDJSന്റെ സതീഷ് കുറ്റിയിലാണ് NDA സ്ഥാനാർത്ഥി. BK സുഹൈൽ, മീഡിയ 1 കോഴിക്കോട്.